ഹലോ എൻ്റെ പേര് റുക്സാന പർവീൻ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ സിവിലിയൻസിൻ്റെ 2024 ഫെബ്രുവരി ബാച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് സൂപ്രണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കേരള PSC എക്സാംസിന് വേണ്ടിയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത്. ആ സമയത്തായിരുന്നു RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ടെക്നിക്കൽ ആയിരുന്നു CBT 1 ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ CBT 2 ടെക്നിക്കൽ എക്സാം ആയിരുന്നു. സിവിലിയൻസിൻ്റെ മെറ്റീരിയൽസ് തന്നെയായിരുന്നു ഫോളോ ചെയ്തതും. സിവിലിയൻസിൻ്റെ ക്ലാസ്സും നോട്ടും കൊണ്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. ബാച്ച് ആയിരുന്നിട്ട് കൂടി RRB ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ സിവിലിയൻസിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. ബേസിക്സ് തുടങ്ങി ഹയർ ഓർഡർ പ്രോബ്ലംസ് വരെ നമുക്കിവിടെ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി കാരണം നമുക്ക് സ്റ്റേറ്റ് എക്സാമിനോ സെൻട്രൽ എക്സാമിനോ ഡിഫറൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും. സിവിലിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയാണ് അവരുടെ ഒരു സ്വത്തെന്ന് തന്നെ പറയുന്നത്. ഫാക്കൽറ്റി നല്ല ക്ലാസ് ഫാക്കൽറ്റീസാണ്. എല്ലാ പോർഷനെ പറ്റിയും എല്ലാവർക്കും അറിയാം. സോ ഒരു സബ്ജക്റ്റ് തന്നെ ഒരാളോട് തന്നെ ചോദിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണെങ്കിൽ പോലും നമുക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവർ പഠിപ്പിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയറും ആയിരിക്കും. ആ പഠിപ്പിക്കുന്നത് തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുകയും ചെയ്യത്തുള്ളൂ. അത്രയും ഡീറ്റെയിലും ക്രിസ്പായിട്ടാണ് ക്ലാസ്സസ് എല്ലാം തന്നെ പോകുന്നത്. ഞാൻ RRBയുടെ നോട്ടിഫിക്കേഷൻ അന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. ഒത്തിരി ഫോക്കസ് കൊടുത്തിട്ടില്ല. സ്റ്റേറ്റ് എക്സാമിന് തന്നെയാണ് ഫോക്കസ് കൊടുത്തത്. സ്റ്റിൽ എന്നെ കൊണ്ട് അത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചു. ബോക്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് കരുതി ആരും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമായിട്ട് തന്നെയാണ് എനിക്ക് RRB ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്ത് പഠിച്ചാലും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ബേസിക് കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് തറവാക്കാൻ ശ്രമിക്കുക. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നതിൽ അർത്ഥമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ തറവാക്കാൻ ശ്രമിച്ചാൽ തന്നെ റെഡിയാണ്, സെറ്റാണ്. സോ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.